കേരള രാഷ്ട്രീയത്തിൽ അച്ചടക്കത്തിനെതിരെ ആൾരൂപമായി അറിയപ്പെടുന്ന CPM എന്ന പ്രസ്ഥാനം ഇന്ന് സമാനതകളില്ലാത്ത ഒരു ആഭ്യന്തര വെല്ലുവിളി നേരിടുകയാണ്. പുറത്തുനിന്നുമുള്ള രാഷ്ട്രീയ എതിരാളികളെക്കാൾ ഉപരിയായിട്ട് പാർട്ടിയുടെ ആശയപരമായ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്നിരുന്നവർ ഒന്നൊന്നായി പടിയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അഡ്വക്കേറ്റ് BN ഹസ്രക്കിന്റെ പ്രതിഷേധം. ചാനൽ ചർച്ചകളിൽ പാർട്ടിക്കായിട്ട് വാദിച്ചിരുന്ന ഹസ്കർ താൻ ഇടത് നിരീക്ഷകൻ എന്ന പദവി രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ പിണക്കമല്ല, മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ ശൈലികളോടുള്ള കടുത്ത അമർഷം തന്നെയാണ്. മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളി നടേശനെയും വിമർശിച്ചു എന്ന പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്നും നേരിടേണ്ടി വന്ന പരസ്യമായ ശാസനയാണ് ഹസ്കറെ ഇത്തരമൊരു നിലപാടിലേക്ക് നയിക്കാൻ കാരണം. താൻ പാർട്ടി കേന്ദ്രങ്ങളിൽ കമ്മിറ്റിയുടെ നിലപാടാണ് പറഞ്ഞത് എന്നും മുതിർന്ന നേതാക്കൾക്ക് ഇല്ലാത്ത എന്ത് അച്ചടക്കമാണ് തനിക്ക് ബാധകമെന്നുമുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം പാർട്ടിക്കുള്ളിലെ ഇരട്ട നീതിയാണ് തുറന്നു കാണിക്കുന്നത്. ഹസ്കറിന്റെ ഈ കലഹത്തിന് സമാനമായ മറ്റൊരു വലിയ തിരിച്ചടിയായിരുന്നു റജി ലൂക്കോസിന്റെ പടിയിറക്കം. റജി ലൂക്കോസ് പാർട്ടിയിൽ വലിയ ഔദ്യോഗിക പദവികളൊന്നും വഹിച്ചിരുന്ന വ്യക്തിയല്ല. എന്നാൽ ചാനൽ ചർച്ചകളിൽ CPMന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ അദ്ദേഹം നടത്തിയ നിരന്തരമായ ഇടപെടലുകൾ ആർക്കും വിസ്മരിക്കാനാകില്ല. ഒരു പദവിയും ആഗ്രഹിക്കാതെ കേവലം രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരിൽ പാർട്ടിക്കായിട്ട് ശബ്ദമുയർത്തിയ റജി ലൂക്കോസിനെ പോലെയുള്ളവർക്ക് പോലും ഒടുവിൽ പാർട്ടി നിന്നും പുറത്തു പോകേണ്ടി വന്നത് ഗൗരവപരമായ കാര്യം തന്നെയാണ്. പാർട്ടിക്കായി ചാനലുകളിൽ വിയർപ്പൊഴുക്കുന്നവരെ അംഗീകരിക്കുന്നതിന് പകരം അവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന നേതൃത്വത്തിന്റെ രീതിയാണ് റജി ലൂക്കോസിനെ പോലെയുള്ളവരെ അകറ്റുന്നത്. നിരീക്ഷകർ പാർട്ടിയുടെ ഏത് ഘടകത്തിലാണ് എന്ന വസീഫിനെ പോലെയുള്ള നേതാക്കളുടെ ചോദ്യം അരാഷ്ട്രീയമെന്ന് ഹസ്കർ പറയുമ്പോൾ അത് റജി ലൂക്കോസിനെ പോലെയുള്ളവർ നേരിട്ട അതേ അവഗണനയുടെ തുടർക്കഥയാണ്. ആശയപരമായ സംവാദങ്ങൾക്ക് പകരം അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ച് വാടപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ഇന്ന് നേതൃത്വം പിന്തുടരുന്നത്. പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കൂ എന്ന ഹസ്കറിന്റെ പരിഹാസവും റജി ലൂക്കോസിന്റെ പടിയിറക്കവും വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിലേക്കാണ്. CPMന്റെ കോട്ടയ്ക്കുള്ളിൽ അസംതൃപ്തി പുകയുകയാണ്. സ്വന്തം ന്യായങ്ങൾ പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരിടമായിട്ട് പാർട്ടി മാറുന്നു എന്ന് അണികൾ തിരിച്ചറിയുന്നു. പദവികളില്ലെങ്കിലും പാർട്ടിക്കായിട്ട് നെഞ്ചുറപ്പോടെ സംസാരിക്കുന്നവർ പോലും ഇന്ന് നിശബ്ദരാക്കപ്പെടുകയോ പുറത്തു പോവുകയോ ചെയ്യുന്നു. ഈ സാഹചര്യം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. സ്വന്തം ആളുകൾ തന്നെ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഈ അവസ്ഥ നേതൃത്വം ഗൗരവപരമായി കണ്ടില്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് അത് വലിയ വില നൽകേണ്ടി വരും.